യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ജെറീക്കോ പ്രാർത്ഥനയെക്കുറിച്ചാണ്. നിങ്ങളിൽ കുറേ പേർക്കൊക്കെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിയാമായിരിക്കാം. ഒട്ടുമിക്ക ധ്യാന ഗുരുക്കളും ഈ പ്രാർത്ഥന ചൊല്ലാനായി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥനയിൽ കുമ്പസാരിച്ച് പറ്റുന്നവരൊക്കെ 7 ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആത്മീയമായി ഒരുങ്ങി വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി. സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്ന അതിശക്തമായ ഒരു പ്രാർത്ഥനയാണിത്. ഇത് ചൊല്ലി പ്രാർത്ഥിച്ച അനേകരുടെ ജീവിതത്തിൽ വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളത്. പല അച്ഛന്മാരുടെയും ടോക്കുകളിൽ നിന്ന് എനിക്കത് മനസ്സിലായിട്ടുള്ളതാണ്. നീണ്ട നാളുകളായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേലൊക്കെയുള്ള പല തടസ്സങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ അഴിയപ്പെടുന്നതായി കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ പ്രാർത്ഥനയെന്നും ഇതിനു പിന്നിലെ ചരിത്രം എന്താണെന്നും ഇത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്താണെന്നുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇന്ന് ഞാൻ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും എന്താണ് ഈ പ്രാർത്ഥനയെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവമെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നാളത്തെ വീഡിയോയിൽ ഈ പ്രാർത്ഥന തന്നെയായിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള ഏതെങ്കിലും ബന്ധനത്തിൽപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ നിങ്ങളുടെ വസ്തുവകകളുടെയോ സ്ഥലത്തിൻ്റെ മേൽ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനമുണ്ടെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുന്നുവെങ്കിൽ, എവിടെയോ എന്തോ തകരാറിലായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ജെറീക്കോ പ്രാർത്ഥനയെ ആശ്രയിക്കുക. എല്ലാ വഴികളും അടയുകയും മനുഷ്യപ്രയത്നത്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് ബോധ്യം വരികയും ചെയ്തുവെങ്കിൽ ജെറീക്കോ പ്രാർത്ഥനയിലേക്ക് തിരിയുക. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരുന്നു, ജെറീക്കോ പ്രാർത്ഥനയുടെ ഫലങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കുന്നതായിരിക്കും. ജെറീക്കോ പ്രാർത്ഥന സാത്താനിക ശക്തികളിൽ നിന്ന് സംരക്ഷണം കിട്ടാനും ഒരു പടി കൂടി കടന്ന് പൈശാചിക ശക്തികളെ കീഴടക്കാനും വേണ്ടിയുള്ളതാണ്. ദുഷ്ടാരൂപികൾക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ ആക്രമണവും പ്രതിരോധവും ഒന്നിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ആരും ഈ പ്രാർത്ഥനയെ നിസ്സാരമായി കാണരുതെന്ന് അപേക്ഷിക്കുന്നു. ആവശ്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ എടുത്തുചാടി നടത്തേണ്ട ഒന്നല്ല ജെറീക്കോ പ്രെയർ എന്ന് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളുവെങ്കിലും കുടുംബാംഗങ്ങളെയും കൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. എന്നാൽ താല്പര്യമില്ലാത്ത ആരെയും നിർബന്ധിച്ച് കൂടെ കൂട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജെറീക്കോ പ്രാർത്ഥന എന്തെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതെയും ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയും അതിലേക്ക് എടുത്തു ചാടുന്നവർ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് മറ്റുള്ളവരുടെ നിർബന്ധത്തിനു വഴങ്ങി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. സ്വമനസാലെ താല്പര്യപ്പെട്ടു വരുന്നവരും മാത്രം 7 ദിവസവും തുടർച്ചയായി ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. ജെറീക്കോ പ്രാർത്ഥന ചൊല്ലേണ്ടത് എങ്ങനെയാണ്? ജെറീക്കോ കീഴടക്കാനായി ഇസ്രായേൽക്കാർ പോയത് തനിച്ചായിരുന്നില്ല. അവർക്ക് മുൻപേ കർത്താവിൻ്റെ വാഗ്ദാന പേടകം യാത്ര ചെയ്തിരുന്നു. വാഗ്ദാന പേടകത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. 10 പ്രമാണങ്ങൾ എഴുതിയ കൽപ്പലകയും അഹറോന്റെ തളിർത്ത വടിയും ഒരു പിടി മന്നായുമായിരുന്നു അവ. ജെറീക്കോ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാളും തങ്ങളുടെ തന്നെ സംരക്ഷണത്തിനായി പ്രാർത്ഥനാ ദിവസങ്ങളിൽ പ്രസാദവരാവസ്ഥയിലായിരിക്കണം. സ്വർഗീയ മന്നയാകുന്ന പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങി പറ്റുന്നവരെല്ലാം ആ 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ ഇത്. അപ്പോൾ 7 ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നവരൊക്കെ പോയി കുർബാന സ്വീകരിച്ച് അത്രമേൽ ആത്മീയമായി നമ്മൾ ഒരുങ്ങണം. അഹറോന്റെ തളിർത്ത വടി പ്രതിനിധാനം ചെയ്യുന്ന സഭാധികാരത്തോട് വിധേയപ്പെട്ട് 10 കൽപ്പനകൾ
ഇടം വലം തിരിയാതെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജെറീക്കോ പ്രാർത്ഥന നടത്തേണ്ടതെന്നാണ് സാരം. അനേകം സന്ദർഭങ്ങളിൽ ജെറീക്കോ പ്രെയർ അവിശ്വസനീയമായ ഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതിനാൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. ഒരു കൊച്ചു സംഭവം ഞാൻ പറയാം. വടക്കേ ഇന്ത്യയിലെ ഒരു സന്യാസ വൈദിക ആശ്രമത്തിൻ്റെ അനുഭവം. അവർ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ കൃഷി ചെയ്യാനായി കുറച്ച് സ്ഥലം വാങ്ങിച്ചു. വളരെ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം കിട്ടി എന്നതായിരുന്നു അവരെ ആകർഷിച്ച ഒരേ ഒരു കാര്യം. എന്നാൽ കാട്ടാനകളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് മുൻ ഉടമസ്ഥർ ആ സ്ഥലം വിറ്റതെന്ന് അവർക്ക് പിന്നീടാണ് മനസ്സിലായത്. സന്ധ്യ മയങ്ങിയാൽ സമീപത്തുള്ള വനത്തിൽ നിന്ന് കാട്ടാനക്കൂട്ടങ്ങൾ വന്നിറങ്ങി എല്ലാ കൃഷികളും നശിപ്പിക്കുമായിരുന്നു. വൈദ്യുത വേലി കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകാതെ വന്നപ്പോൾ അവർ ആരുടെയോ ഉപദേശപ്രകാരം ജെറീക്കോ പ്രാർത്ഥന നടത്തി. അവർ സാക്ഷ്യപ്പെടുത്തിയത് 7-ാം ദിവസം മുതൽ കാട്ടാനക്കൂട്ടം പതിവ് പോലെ വനത്തിൽ നിന്നിറങ്ങി വരുമായിരുന്നെങ്കിലും അവ ആശ്രമത്തിൻ്റെ വേലിക്കെട്ടിനകത്തേക്ക് കടക്കാതെ മടങ്ങിപ്പോയിരുന്നു എന്നാണ്. ജെറീക്കോ പ്രാർത്ഥന ചൊല്ലുകയും അതിൻ്റെ ഫലസിദ്ധി നേരിട്ട് അനുഭവിക്കുകയും ചെയ്യുക. ഈ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം തിരുവചനം. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അവനെ ആട്ടിയകറ്റാനും കീഴ്പ്പെടുത്താനും മാത്രമല്ല, അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനും പിടിയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനും ശക്തമാണ് ഈ പ്രാർത്ഥന. അതിനുമപ്പുറം അവൻ്റെ കോട്ടകൾ തകർക്കാനും അവൻ്റെ മടിയിൽ ചെന്ന് അവനെ കീഴടക്കാനും ജെറീക്കോ പ്രാർത്ഥന നമ്മെ സഹായിക്കും. നാം ഭയാനകവും അതിരൂക്ഷവുമായ ഒരാത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നാളുകളിൽ ജെറീക്കോ പ്രാർത്ഥനയെയും നമ്മുടെ ആവനാഴിയിൽ ചേർക്കുക. അത് നമ്മുടെ നിത്യശത്രുവായ പിശാചിൻ്റെ സങ്കേതങ്ങൾ തകർത്തുകൊണ്ട് നമ്മുടെ വാഗ്ദത്ത ദേശമായ സ്വർഗരാജ്യത്തിലേക്ക് മുന്നേറാൻ നമ്മെ സഹായിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിൽ നമ്മൾ ഓർത്തു വയ്ക്കണം. തികച്ചും അസാധാരണമായ ഈ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നവരെ ചുറ്റുമുള്ളവരൊക്കെ പരിഹസിച്ചു നിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഫല പ്രയത്നം മാത്രം. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. 7-ാം നാൾ 7-ാം തവണ ദീർഘമായി കാഹളം മുഴങ്ങുകയും ഇസ്രായേൽക്കാർ ആർത്തട്ടഹസിക്കുകയും സുരക്ഷിതമെന്ന് തങ്ങൾ വിചാരിച്ചിരുന്ന തങ്ങളുടെ നഗരത്തിൻ്റെ മതിലുകൾ തകർന്നു വീഴുകയും ചെയ്യുന്നതുവരെ ജെറീക്കോവിലെ ജനങ്ങളും ഇസ്രായേൽക്കാരെ പരിഹസിച്ചിട്ടുണ്ടാവണം. 7 ദിവസവും പരിഹാസമേൽക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമുള്ളതാണ് ജെറീക്കോ പ്രാർത്ഥന. ചുരുങ്ങിയ സമയമേ തനിക്ക് അവശേഷിച്ചിട്ടുള്ളൂ എന്ന് സാത്താന് നന്നായി അറിയാം. ചുരുങ്ങിയ സമയമെന്ന് തിരുവചനം അന്ന് വിശേഷിപ്പിച്ച ആ അന്ത്യനാളുകളിലാണ് ഇന്ന് നാം ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. അതിനാൽ യുദ്ധം രൂക്ഷമാകാതെ തരമില്ല. ദൈവത്തിനും ദൈവജനത്തിനുമെതിരെ സാധ്യമായ എല്ലാ ആക്രമണങ്ങളും സാത്താൻ നടത്തും. കാരണം യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം തൊട്ടു മുൻപിലെത്തിയെന്ന് ആരൊക്കെ മറന്നുപോയാലും സാത്താൻ മറന്നുപോയിട്ടില്ല. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും. 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 8-ാം തിരുവചനം. അതും സാത്താന് നന്നായി അറിയാം. അത് നമുക്ക് സന്തോഷവും ആശ്വാസവും തരുന്ന വാർത്തയാണെന്നതിൽ സംശയമില്ല. എങ്കിലും കർത്താവ് പറഞ്ഞിട്ടുള്ളത് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ്. അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ജെറീക്കോ പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ. അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ. അഗ്നിയിൽ മെഴുകുരുകുന്നതുപോലെ ദുഷ്ടർ ദൈവസന്നദ്ധയിൽ നശിച്ചു പോകട്ടെ. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇനി ഈ പ്രാർത്ഥനയുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബൈബിൾ കയ്യിലുള്ളവർ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കണേ. ഇതിനെ ആധാരമാക്കിയാണ് ഈ പ്രാർത്ഥനയുടെ തുടക്കം. ഇനി
അക്രൈസ്തവരായിട്ടുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞാൻ ആ ഭാഗമൊന്ന് വായിക്കാം. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. 40 വർഷം നീണ്ടുനിന്ന ഒരു മഹായാത്രയുടെ അവസാന പാദമായിരുന്നു അത്. അതിനിടയിൽ ഒരു തലമുറ മുഴുവൻ മണ്ണടിഞ്ഞു പോയിരുന്നു. ഈജിപ്തിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര സാധാരണഗതിയിൽ 40 ദിവസം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ടതായിരുന്നു. എന്നാൽ ദൈവം തീരുമാനിച്ചത് മറ്റൊരു വിധത്തിലായിരുന്നു. നേർവഴി പോകാതെ വളഞ്ഞ വഴി പോകാനാണ് ദൈവം അവരോട് കൽപ്പിച്ചത്. ഈജിപ്തിൽ വെച്ച് തിടുക്കത്തിൽ അവർ ആചരിച്ച ആദ്യത്തെ പെസഹ മുതൽ വാഗ്ദത്ത ദേശത്ത് ഗിൽഗാലിൽ വെച്ച് അവർ ആചരിച്ച പെസഹ വരെയുള്ള ക്ലേശപൂർണമായ ആ യാത്രയ്ക്ക് പുറപ്പെട്ട 6 ലക്ഷം പേരിൽ 2 പേർക്കും മാത്രമേ വാഗ്ദത്ത ദേശത്ത് കാലുകുത്താൻ ഭാഗ്യമുണ്ടായുള്ളൂ. അതാരൊക്കെയായിരുന്നു? നൂനിൻ്റെ പുത്രനായ ജോഷുവായ്ക്കും യഫുന്നയുടെ പുത്രനായ കാലേബിനും മാത്രം. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഗിൽഗാലിൽ താമസിച്ച ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അവരുടെ അടുത്ത ലക്ഷ്യം ജെറീക്കോ ആയിരുന്നു. കോട്ടകളാൽ സുരക്ഷിതമാക്കപ്പെട്ടിരുന്ന ജെറീക്കോ ലോകത്തിലെ തന്നെ അതിപുരാതന നഗരങ്ങളിലൊന്നാണ്. 10,000 വർഷത്തെ ചരിത്രമുള്ള ഈ നഗരം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെ, അതായത് ഒരു 258 മീറ്റർ താഴെയായി കിടക്കുന്ന നഗരവുമാണ്. വാഗ്ദത്ത ദേശം കൈവശപ്പെടുത്തുന്ന പ്രക്രിയയിൽ ഇസ്രായേൽക്കാർ ഏറ്റവും ആദ്യം പിടിച്ചെടുത്ത നഗരം ജെറീക്കോ ആയിരുന്നു. 1994 ഓസ്ലോ കരാർ അനുസരിച്ച് ഇസ്രായേൽ പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറിയ ഏറ്റവും ആദ്യത്തെ പട്ടണവും ജെറീക്കോ ആയിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ യാദൃശ്ചികത. നാം നേരത്തെ കണ്ട വചനഭാഗം ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കാൻ ഇസ്രായേൽക്കാർ പ്രയോഗിച്ച പദ്ധതിയെക്കുറിച്ചാണ്. സത്യത്തിൽ അത് അവരുടെ പദ്ധതി ആയിരുന്നില്ല. അവരുടെ സർവ്വസൈന്യാധിപൻ്റെ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയായിരുന്നു. അവർ ചെയ്യാൻ പോകുന്നത് ശുദ്ധ മണ്ടത്തരമായിരുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം. ആയുധധാരികൾക്ക് പിറകെ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് 7 പുരോഹിതർ നടക്കണം. അവർക്ക് പിറകിലായി വാഗ്ദാന പേടകം വഹിക്കുന്നവർ. അതിനും പിറകിൽ ഇസ്രായേൽ ജനം മുഴുവനും ഒന്നല്ല, തുടർച്ചയായി 6 ദിവസം നടക്കണമായിരുന്നു. 7-ാം ദിവസം ഒന്നല്ല, 7 തവണ പട്ടണം വലം വയ്ക്കണം. തങ്ങളുടെ നഗരത്തിന് ചുറ്റും ഒരു പേടകവും പിടിച്ച് കാഹളവും ഊതിക്കൊണ്ട് എല്ലാ ദിവസവും നടക്കുന്ന ഇസ്രായേൽക്കാർ ഭ്രാന്തന്മാരാണെന്ന് ഒരു പക്ഷേ ജെറീക്കോ നിവാസികൾക്ക് തോന്നിയിട്ടുണ്ടാകും. എന്നാൽ 7-ാം ദിവസം 7 തവണയും നഗരം വലം വെച്ചതിന് ശേഷമാണ് ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചത്. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമുഴക്കിയപ്പോൾ ജോഷുവ ജനത്തോട് പറഞ്ഞു, അട്ടഹസിക്കുവിൻ, ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത്ഭുതം നടന്നത് ഞൊടിയിടയിലായിരുന്നു. കാഹളം മുഴങ്ങി. കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും മതിൽ നിലം പതിക്കുകയും ചെയ്തു. അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇസ്രായേൽക്കാര് ജെറീക്കോ പട്ടണം പിടിച്ചെടുത്തതെന്ന്? ഇനി ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. എങ്ങനെയാണ് ഈ ജെറീക്കോ വീണത്? വലിയ വമ്പൻ മതിൽക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട, ആർക്കും തകർക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രമേൽ സ്ട്രോങ് ആയ ആ ജെറീക്കോയുടെ മതിലുകൾ എങ്ങനെയാണ് തകർന്നു വീണത്?
അത് സ്വർഗത്തിൽ നിന്നുള്ള സഹായം കൊണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. എന്നിരുന്നാലും അവർക്ക് ആ സഹായം കിട്ടിയത് എങ്ങനെയായിരുന്നുവെന്ന് ചിന്തിക്കണം. അവർ ദൈവത്തിൻ്റെ കൽപ്പന അതേപടി അനുസരിച്ചു എന്നതാണ് അതിനുള്ള കാരണം. പിന്നിട്ട 4 ദശാബ്ദങ്ങളിൽ ഇസ്രായേൽക്കാരുടെ മുഖമുദ്രയായിരുന്ന മറുതലിപ്പ് ഉപേക്ഷിച്ച് അവർ ദൈവത്തിൻ്റെ മുൻപിൽ വിനീതരും അനുസരണയുള്ളവരുമായി മാറി. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം അവരെ വീണ്ടും 7 ദിവസം കൂടി ശോധന ചെയ്തതിനു ശേഷം മാത്രം ജെറീക്കോയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചത്? അതൊരു രഹസ്യമാണ്. സാത്താനെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു പ്രാർത്ഥനയുടെ അടിസ്ഥാനവും ഈ രഹസ്യമാണ്. ജെറീക്കോ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കുറെയെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. 7 ദിവസം വാഗ്ദാന പേടകവുമായി നഗരത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ തങ്ങളുടെ ശത്രുവിനെ കീഴടക്കിയതുപോലെ നമ്മുടെ നിത്യശത്രുവായ സാത്താനും അവൻ്റെ പിണിയാളുകൾക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം വരിക്കാൻ ജെറീക്കോ പ്രാർത്ഥന നമ്മെയും സഹായിക്കും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രാർത്ഥന എന്താണെന്നും ഇതിൻ്റെ ഉത്ഭവം എന്താണെന്നും ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രത്യേക അനുഗ്രഹം എന്താണെന്നും സാത്താൻ്റെ കോട്ടകൾ, നമുക്കെതിരെയുള്ള സാത്താൻ്റെ എല്ലാ കോട്ടകളും ഈ പ്രാർത്ഥനയിലൂടെ തകർക്കപ്പെടുമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നാളെ ഈ പ്രാർത്ഥനയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.